നമസ്കാരം. ഞാൻ ചിറക്കര മധു. രാത്രിയിൽ ദീർഘനേരം മൊബൈൽ വീക്ഷിക്കുന്നത് മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് ആണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നാം സംസാരിച്ചത്. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ നമുക്ക് കൈകാര്യം ചെയ്യുന്നത്. നേരിട്ട് വിഷയത്തിലേക്ക് വരാം. ചില വീടുകളിൽ, അപൂർവം ചില വീടുകളിൽ നാം ചെല്ലുന്ന സമയത്ത് അവിടുത്തെ മകനെയോ മകളെയോ എവിടെയാണ് ഇന്നയാളെന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന വിവരം അവൻ ഉണർന്നിട്ടില്ല. ഇപ്പോൾ രാവിലെ 10 മണിയായി, അവൻ ഉണർന്നില്ല. അവൻ രാത്രിയിൽ അധിക സമയം ഇരുന്ന് പഠിക്കുന്നത് കൊണ്ട് രാവിലെ 10, 10:30, 11 മണിയൊക്കെ ആയിട്ടേ ഉണരത്തുള്ളൂ. അതിനുശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെന്ന് ഉള്ളത് മറുപടി ലഭിക്കാറുണ്ട്. ഇത് ചെറുപ്പക്കാരായ കുട്ടികളെ സംബന്ധിച്ച് മാത്രമല്ല, ചില മധ്യവയസ്കരായ ആളുകളിലും ഇത്തരത്തിലുള്ളൊരു ശീലം കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ശീലം നമ്മുടെ ആരോഗ്യത്തിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു ശീലമാണോ, അതോ ഒരാളുടെ ശീലം എന്ന് കരുതി നമുക്കത് അവഗണിക്കാവുന്ന കാര്യമാണ്? ഇതാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ഇതിൽ ആരോഗ്യപരമായിട്ടുള്ള മനഃശാസ്ത്രപരമായ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് എൻ്റെ സുഹൃത്തുക്കളായ 2 ഡോക്ടർമാരോട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റുമായും ഈ വിഷയം ചർച്ച ചെയ്യുകയും അവർ നൽകിയ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് നാം ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം നമ്മെ എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ടേം, ഒരു വാക്ക് നാം ആദ്യം പരിചയപ്പെടേണ്ടതുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും ബാലൻസ് ചെയ്ത് തുലന നിലയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിനെ സാധാരണഗതിയിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കാറുണ്ട്. അതുമൂലം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ആ ബാലൻസിങ്ങിനെ ബയോളജിക്കൽ റിഥം എന്ന് വിളിക്കാറുണ്ട്. ഇത് പലതരത്തിലുള്ള സംവേദനങ്ങൾക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ വെളിച്ചം അല്ലെങ്കിൽ ഇരുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ആണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇരുട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ രാത്രിയായി എന്ന് കരുതുക. ഇപ്പോൾ രാത്രിയായി എന്ന കാര്യം നമ്മുടെ ശരീരം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി മനസ്സിലാക്കുന്നു. ഇരുട്ട് വരുന്നു, ടെമ്പറേച്ചർ, ചൂട് കുറയുന്നു, ശബ്ദങ്ങളുടെ ആധിക്യം കുറഞ്ഞു വരുന്നു, നിശബ്ദതയിലേക്ക് പോകുന്നു. ഇതെല്ലാം രാത്രിയായി എന്നുള്ളതിൻ്റെ സൂചനയായി നാം ശരീരം ഗ്രാസ്പ് ചെയ്തെടുക്കുന്നു, സംവേദനത്തിലൂടെ ശരീരത്തിന് ലഭിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നാം ഉറക്കത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്, ശാന്തതയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ തലച്ചോറിൽ ചില രാസവസ്തുക്കൾ പുറപ്പെടുവിക്കപ്പെടും. ഈ രാസവസ്തുക്കൾ നമ്മെ ഉറക്കത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്നതാണ്. അങ്ങനെയാണ് 10, 11 മണിയാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഉറങ്ങാനുള്ള ടെൻഡൻസി വരികയും നാം ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യും. ഇത് വാസ്തവത്തിൽ വളരെ പ്രധാനപ്പെട്ട, വളരെ നിർണായകമായ ഒരു സംഗതിയാണ് ഇങ്ങനെ ഉറക്കം വരിക എന്ന് പറയുന്നത്. അങ്ങനെ ഉറങ്ങുന്നത് കൊണ്ടാണ് അടുത്ത ദിവസം നാം ഫ്രഷായിട്ട് ഊർജ്ജസ്വലതയോടുകൂടി ഉണർന്നെളിയിക്കാൻ നമുക്ക് കഴിയുന്നത്. ഈ ഉറക്കം വരുന്നത് കൊണ്ടാണ്. അപ്പം നാം ഇതിനെ അവഗണിച്ചുകൊണ്ട്, ഈ നൽകുന്ന നിർദ്ദേശത്തെ, ശരീരം നൽകുന്ന ഈ സംഗതിയെ അവഗണിച്ചുകൊണ്ട് നാം ഉറക്കത്തെ അകറ്റി നിർത്തിയാൽ എന്ത് സംഭവിക്കും? വിശേഷിച്ചും ബ്ലൂ ലൈറ്റ് ഉള്ള മൊബൈലോ കമ്പ്യൂട്ടറോ ഒക്കെയാണ് നാം പ്രവർത്തിപ്പിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ ഈ ഉറക്കം നമ്മിൽ നിന്നും അകന്നകന്ന് പോകും. നമുക്ക് നമ്മുടെ ശരീരം നൽകിയ ഈ നിർദ്ദേശത്തെ അവഗണിക്കുന്നത് മൂലം അതിന് ഒരു തടസ്സം, ഒരു ഹിൻഡ്രൻസ് ഉണ്ടാകും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്ലൂ ലൈറ്റ് നൽകുന്ന ഊർജം നമ്മുടെ ശരീരത്തിൻ്റെ, മനസ്സിനെയും ബ്രെയിനിനെയും കൂടുതൽ ഊർജ്ജസ്വലമാക്കുകയും ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ക്ഷീണം കൊണ്ടാണ് പിന്നീട് ആ ആൾ ഉറങ്ങുന്നത്. ഉറക്കത്തിൻ്റെ സ്വാഭാവികമായ ഉറക്കമല്ല. അങ്ങനെ വരുമ്പം ഗാഠനിദ്ര എന്ന് പറയുന്ന സംഗതി അവർക്ക് അന്യമായി തീരും. ഗാഠനിദ്ര എന്ന് പറയുന്നൊരു നിദ്രയുടെ 3-4 ഭാഗങ്ങളുണ്ട്. അതിലൊന്ന് ഗാഠനിദ്രയാണ്. അത് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ഇത് ശരീരത്തെ വളരെ ദോഷകരമായി ബാധിക്കും. പകൽ വരുന്നു, സൂര്യപ്രകാശം വരുന്നു, ശബ്ദങ്ങൾ ഉണ്ടാകുന്നു, ടെമ്പറേച്ചർ, ചൂട് കൂടുന്നു. ഇങ്ങനെയുള്ള സംവേദനങ്ങളിലൂടെ ശരീരം പകലാണെന്ന് മനസ്സിലാക്കുന്നു. നമ്മെ ജാഗ്രത ആവാൻ ശരീരം പ്രേരിപ്പിക്കുന്നു. അങ്ങനെയാണ് നാം രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നു, പ്രവർത്തനത്തിലേക്ക് പോകുന്നു, ജാഗ്രതായ അവസ്ഥയിലേക്ക് നാം നീങ്ങുന്നു എന്നുള്ളത്. ഇതിനെ അവഗണിക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം, അവഗണിക്കുന്നു. 10 മണി 11 മണി വരെയൊക്കെ ആയാലും നാം ഉണർന്നെഴുന്നേൽക്കുന്ന ജാഗ്രതയിലേക്ക് വരുന്നില്ല. ഇതും ഈ പറയുന്നത് പോലെ നമ്മുടെ ബയോളജിക്കൽ റിഥത്തിനെ ബ്രേക്ക് ചെയ്യുന്ന, അതിനെ ഹിൻഡർ ചെയ്യുന്ന, തടസ്സം ഉണ്ടാക്കുന്ന പ്രവർത്തനം. ഈ പ്രവർത്തനം മൂലം ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കും? എന്തെങ്കിലും അപകടകരമായ കാര്യം അവർക്ക് സംഭവിക്കുമോ എന്നുള്ളതാണ് നാം പരിശോധിക്കുന്നത്. 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവർക്ക് സംഭവിക്കുന്നത്. ഒന്ന് ശാരീരികമായ പ്രശ്നങ്ങൾ, 2 മാനസികമായ പ്രശ്നങ്ങൾ. ഈ 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് സംഭവിക്കാറുണ്ട്. ശാരീരികമായ പ്രശ്നങ്ങൾ എന്താണ് സംഭവിക്കുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരെ സംബന്ധിച്ച്
ഇവരുടെ ഈ ബയോളജിക്കൽ റിഥം നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനത്തിന് തടസ്സം വരികയും അതുമൂലം രോഗപ്രതിരോധ സംവിധാനം എന്ന് പറയുന്ന സംഗതി പതുക്കെ ഫെയില്യൂറായിട്ട് പോവുകയും ചെയ്യും. ഇപ്പോൾ രോഗപ്രതിരോധ സംവിധാനത്തിന് പ്രശ്നം വരുന്നത് കൊണ്ട് ഇത്തരം ആളുകൾക്ക് ഇപ്പോൾ ജലദോഷമൊക്കെ വന്നാൽ മാറാതിരിക്കും. സാധാരണ 2-3 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസം കൊണ്ട് മാറുന്ന ജലദോഷം അവർക്ക് മാറാതിരിക്കും. തുടർച്ചയായിട്ട് തന്നെ അവർക്ക് സ്നീസിങ്ങും തുമ്മലും അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. പനിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അസുഖങ്ങൾ ബാധിക്കുന്നതിന് സസെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ശരീരമായി ഇവരുടെ ശരീരം മാറാൻ സാധ്യതയുണ്ട്. അതാണ് ഒന്ന്. മാനസികമായ കാര്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഈ ഗാഢമായ തീവ്രമായ ഉറക്കം എന്ന് പറയുന്ന സംഗതി അവർക്ക് നഷ്ടപ്പെടുന്നത് മൂലം, ഈ ബയോളജിക്കൽ റിഥം നഷ്ടപ്പെടുന്നത് മൂലം ഇവർക്ക് മാനസികമായ പലതരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇവർക്ക് ആങ്സൈറ്റി കൂടുതലായിരിക്കും. 2, ക്ഷമ എന്ന് പറയുന്ന സംഗതി അവർ കുറഞ്ഞു പോകും. അകാരണമായ മൂഡ് സ്വിങ്സ് ഉണ്ടാകും. മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് കടന്നു പോകും. പിന്നെ സംഭവിക്കുന്നത് അകാരണമായി കോപിക്കുക, ചെറിയ കാര്യങ്ങൾക്ക് വലിയ തോതിലുള്ള കോപം പ്രകടിപ്പിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയിലേക്ക് ഇവർ പോവുകയും ഇവർക്ക് അത് സാമൂഹ്യപരമായിട്ട് മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനുള്ള ഒരു തടസ്സമായി ഈ ചെറിയ കാര്യങ്ങൾ തന്നെ മാറുകയും ചെയ്യും. പിന്നീട് സംഭവിക്കുന്നത് ഈ നമ്മുടെ ശരീരത്തിൻ്റെ ഹൃദയമിടിപ്പ്, ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം എന്നിവയിൽ വേരിയേഷൻ ഉണ്ടാകുന്നതിന് പോലും ഈ ബയോളജിക്കൽ ഋതത്തിനുണ്ടാകുന്ന മാറ്റം, അതിനുണ്ടാകുന്ന ഹിൻഡറൻസ്, ആ ക്രമഭംഗം സംഭവിക്കുന്നത് മൂലം ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് പിന്നീട് തുടർന്ന് പോവുകയാണെങ്കിൽ അവർ അപകടകരമായ നിലയിലേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ശീലങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാൻ കഴിയുന്നെങ്കിൽ, ഇപ്പോൾ ചിലർക്ക് ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് അത് ഒഴിവാക്കാൻ കഴിയില്ല. രാത്രിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ ഉള്ള ആളുകൾ, ഡ്രൈവർമാർ, സെക്യൂരിറ്റി നിൽക്കുന്ന ആളുകൾക്ക് ഇതിൽ അവർ ദേ ആർ കമ്പൽഡ് ടു ഡു, അവരത് നിർബന്ധിതരാവുകയാണ്. അവർക്ക് ഇത് ചെയ്തേ കഴിയുകയുള്ളൂ. എന്നാൽ അങ്ങനെ അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ദയവായി ശരീരത്തിനും മനസ്സിനും ഹാനികരമായ വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന ബയോളജിക്കൽ റിഥം കീപ്പ് ചെയ്യുന്ന രീതിയിൽ ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമൊക്കെ കൃത്യമായ സമയങ്ങൾ കണ്ടെത്തി അത് ശീലിച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് കിട്ടിയ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് ഒരു വിവരം നൽകൽ എന്ന രീതിയിൽ മാത്രം ഈ വീഡിയോയെ സ്വീകരിക്കുക. ഇതൊരു ഉപദേശമല്ല. ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണലും അല്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഇത്തരത്തിൽ അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.